പ്രിയപ്പെട്ടവരെ, മന്ന ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിൻ്റെ സ്വാഗതം. തോറ്റുപോയവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നൊരു ക്രിസ്തുവിനെക്കുറിച്ച് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് മറ്റെങ്ങുമല്ല, ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ ശിഷ്യന്മാർ തിബേരിയോസ് കടലിൻ്റെ തീരത്ത് വെച്ച് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ തോറ്റുപോയവരായിരുന്നു അവർ. ഒരിക്കലവർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച വള്ളവും വലയും എടുത്തുകൊണ്ട് ഉപജീവനത്തിന് വേണ്ടി വീണ്ടും അവർ കടലിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ആ രാത്രി അവർക്കൊന്നും കിട്ടിയില്ല. അവർ പരാജിതരായി തീരത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആ തീരത്ത് വിരുന്നൊരുക്കി കാത്തിരിക്കുന്നൊരു ദൈവത്തെ അവർക്കവിടെ കണ്ടുമുട്ടുവാനായിട്ട് പറ്റി. ക്രിസ്തു ഇതാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എല്ലാ ഇടങ്ങളിലും പരാജയപ്പെട്ടു പോകുന്ന സമയത്ത് അവന് വേണ്ടി വിരുന്നൊരുക്കി കാത്തിരിക്കുന്നൊരു രക്ഷകൻ. ഇത്രത്തോളം ഹൃദയത്തിന് ആനന്ദം നൽകുന്ന മറ്റേത് വിശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്? നമ്മുടെ ജീവിതത്തെ ഇത്രമാത്രം തരളിതമാക്കുന്ന മറ്റേത് വിശ്വാസമാണ് നമുക്ക് കൊണ്ടു നടക്കേണ്ടത്? ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും തോറ്റ് പിന്മാറുന്നിടത്ത്, ഒരു മനുഷ്യൻ്റെ പോലും സഹായമില്ലാതെ നിസ്സഹായനായി മാറുന്ന ഇടങ്ങളിൽ ഒരു ദൈവം മനുഷ്യനെ കാത്തിരിക്കുന്നു. കുഞ്ഞേ എന്ന വിളിയോടുകൂടെ കാത്തിരിക്കുന്നു. അവന് വേണ്ടി പ്രാതലൊരുക്കിയൊരു ദൈവം കാത്തിരിക്കുന്നു. ഈ ദൈവത്തെ നമ്മളെപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും ഒന്ന് ചേർത്ത് പിടിക്കുവാൻ തയ്യാറായാൽ മാത്രം മതി. ഒരിടങ്ങളിലും പിന്നീട് നിൻ്റെ ശിരസ് താന്നു പോവുകയില്ല. ഒരിടങ്ങളിൽ നീ തോൽവിയുടെ രുചി അറിയുകയുമില്ല. അത്ര മാത്രം നിന്നെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവം നിനക്കുണ്ട്. ഈ ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിലൊക്കെയാണ്. ഒരിക്കലും നിൻ്റെ പരാജയത്തെ കണ്ട് ആനന്ദിക്കാത്ത ഒരു ദൈവം, അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് നിന്നെ ചേർത്ത് വെച്ച് നിൻ്റെ പരാജയങ്ങളെ ഏറ്റെടുക്കുന്നൊരു ദൈവം, അതാണ് ക്രിസ്തു. യേശുവേ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.